ഈ പെൺകുട്ടികൾ എത്തിയ ഫോർട്ട് മുംബൈയിലെ സലൂണിന്റെ ഉടമയായ ലൂസി നമ്മളോടൊപ്പം തത്സമയം ചേരുകയാണ്. ലൂസി, താങ്കൾ കുറേയധികം വിവരങ്ങൾ മുമ്പ് SKനുമായി പങ്കുവച്ചിരുന്നു. എപ്പോഴാണ് ഈ പെൺകുട്ടികൾ നിങ്ങളുടെ സലൂണിലേക്ക് എത്തിയത്? എത്ര സമയം അവിടെ ചെലവഴിച്ചു? എപ്പോഴാണ് അവർ അവിടുന്ന് പുറത്തിറങ്ങിയത്? അവരെന്റെ സലൂണിൽ എത്തിയത് ഒരു അറൌണ്ട് 2 മണിയൊക്കെ ആയപ്പോഴാണ്. രണ്ടാണെന്ന് തോന്നുന്നു, എക്സാക്ട്ലി ഞാൻ ഓർക്കുന്നില്ല. ഒരു നമ്മൾ ചോറൊക്കെ സമയത്ത് 2 മണിന്ന് കിട്ടാം. ഓക്കെ. അത് കഴിഞ്ഞ് ആക്ച്വലി അവർക്ക് ഭാഷ അറിയത്തില്ല, ഹിന്ദി അറിയത്തില്ല, ഇംഗ്ലീഷ് അറിയത്തില്ല, എന്റെ സ്റ്റാഫിന് മലയാളം അറിയത്തില്ല. അപ്പൊ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞ ആരെങ്കിലും വിടാമോ, 2 പിള്ളേര് വന്നിട്ടുണ്ട്, അവർക്ക് ഹെയറിന്റെ എന്തോ ചെയ്യണം, പറയുന്നത് എന്നാന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല എന്ന്. അപ്പൊ ഞാൻ എന്റെ അസിസ്റ്റന്റിനെ വിട്ടിട്ട് പറഞ്ഞു പോയി ചോദിച്ചിട്ട് വാ. അപ്പൊ അവള് പോയിട്ട് പറഞ്ഞു, അവര് പറഞ്ഞു ഞങ്ങളുടെ മുഖ ഷേപ്പ് മാറ്റണം, നല്ല ഷേപ്പ്, മുടിയൊക്കെ കട്ട് ചെയ്യണം, മേക്ക് ഓവർ വേണം, കാരണം ഒരു കല്യാണത്തിന് പോകാനാണ് എന്ന് പറഞ്ഞു. അപ്പൊ നീണ്ട മുടി അയച്ചപ്പോ നല്ല നീളമുള്ള മുടിയായിരുന്നു. അപ്പൊ ഞങ്ങൾ പറയുകയും ചെയ്തു, ഇത്ര നീളമുള്ള മുടി വെട്ടുന്ന പറഞ്ഞു, വേണ്ട, ഞങ്ങൾക്ക് സ്ട്രെയിറ്റ് ആക്കണം. അങ്ങനെ മുടിയൊക്കെ വെട്ടി സ്ട്രെയിറ്റ് ആക്കി. ഹെയർ ബൊട്ടോക്സ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് അതായി ചെയ്തത്. അപ്പൊ ഞാൻ കണ്ടില്ലായിരുന്നു. അത് പിന്നെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ചോദിച്ചു, നിങ്ങളുടെ പേരെന്നാ, എവിടുന്നാ വരുന്നത്? അന്നേരം പറഞ്ഞു, ഞങ്ങൾ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞു. ഇവിടെ പിന്നെ കല്യാണം ഉണ്ട്, ഒരു ഫ്രണ്ടിന്റെ കല്യാണം ഉണ്ട്, അതിന് വന്നാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, കല്യാണത്തിനുള്ള തുണിയൊക്കെ വാങ്ങിച്ചോ? അപ്പം പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ജീൻസ് ടോപ്പ് ആയിരുന്നു. നമ്മൾ കല്യാണത്തിന് ജീൻസ് ടോപ്പ്. അപ്പൊ മലയാളിയാണോ, എന്നെ ആരാ? ഞാൻ പറഞ്ഞു, ഇല്ല, ഏത് ജാതിക്കാരെന്ന് അറിയത്തില്ല എന്നാണ് പറഞ്ഞത്. ഈ കുട്ടികളുടെ കൈവശം ഫോണോ മറ്റ് ഡിവൈസുകളോ ഉണ്ടായിരുന്നോ? ഫോണില്ലായിരുന്നു. നമ്മുടെ സലൂണിൽ ആര് വന്നാലും ആദ്യമേ നമ്മൾ കോണ്ടാക്ട് നമ്പർ, പേര് വാങ്ങിക്കും. അപ്പൊ ഈ പിള്ളേരോട് ചോദിച്ചപ്പം പറഞ്ഞു, ഞങ്ങളുടെ ഫോൺ കളവ് പോയി, ട്രെയിനിൽ നിന്ന് 2 പേരുടെയും പോയി, അതുകൊണ്ട് നമ്പർ ഇല്ല എന്ന് പറഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല. പിന്നെ നമ്മള് ട്രീറ്റ്മെന്റ് ഒക്കെ തുടങ്ങി. ആദ്യം കുഴപ്പമില്ല. അത് കഴിഞ്ഞപ്പോ പിന്നെ പിള്ളേരങ്ങ് ധൃതിയിടാൻ തുടങ്ങി, ഞങ്ങൾക്ക് പോകണം, ലേറ്റ് ആവുന്നു. അങ്ങനെ ഏത് സമയത്താണ് ഇവർ സലൂണിൽ നിന്ന് പുറത്തു പോകുന്നത്? ഇവര് പോകുന്ന ഒരു 5:30 ആയി കാണും. 5:30. ആക്ച്വലി ഈ ട്രീറ്റ്മെന്റ് ഇച്ചിരി കൂടുതൽ സമയം എടുക്കുന്നത്, പക്ഷെ ഇവർ ഒത്തിരി ധൃതി ഇടുന്ന കാരണം പെട്ടെന്ന് തന്നെ ചെയ്തു. അവര് പകുതി ആയപ്പം തന്നെ മതി, ഞങ്ങൾക്ക് പോണം അങ്ങനെ ധൃതി ഇടുവായിരുന്നു. അല്ല, അപ്പൊ ഇവര് ഞാൻ ധൃതി വെക്കാൻ കാരണം മറ്റാരുടെങ്കിലും ഫോൺ കോൾ വരികയോ അല്ലെങ്കിൽ? ഒരു ഫോൺ വന്നു. ഇവര് പറഞ്ഞു, ഞങ്ങൾക്കൊരു ഫോൺ ചെയ്യണം, ആരുടെയെങ്കിലും ഒരു ഫോൺ തരാം. അപ്പൊ നമ്മൾ സലൂണിൽ ഒരു കോമൺ ഫോൺ ഉണ്ട്, അത് കൊടുത്തപ്പോഴത്തേനും ആരെയോ വിളിച്ചു. അവരെടുത്തോ എനിക്കറിയത്തില്ല. പിന്നെ ആ ഫോണുമായിട്ട് ഞാൻ വെളിയിൽ പോയപ്പം എനിക്ക് ഒരു പയ്യൻ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ ഇതിനകത്ത് മിസ് കോൾ ഇട്ടായിരുന്നു, മലയാളത്തിൽ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ വിളിച്ചില്ലല്ലോ. പിന്നെ എനിക്ക് ഓർമ്മ, ഞാൻ പറഞ്ഞു, നിങ്ങളുടെ 2 ഫ്രണ്ട്സ് മുകളിൽ ഇരിപ്പുണ്ട്, അവര് ട്രീറ്റ്മെന്റ് ചെയ്യുവാണ് ഹെയറിന്റെ, അവര് വിളിച്ചായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അവർക്കൊന്ന് ഫോൺ കൊടുക്കാവോ? ഞാൻ പറഞ്ഞു, ഞാൻ വെളിയിലാണല്ലോ, ഞാൻ ചെന്നിട്ട് കൊടുക്കാന്ന് പറഞ്ഞു, മറന്നും പോയി. പിന്നെ അത് വീണ്ടും വിളിച്ച് ചോദിച്ചതുകൊണ്ട് പിന്നെ ഞാൻ സലൂണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ആ പിള്ളേർക്ക് അർജന്റായിട്ട് ആരുടെയും ഒരു ഫോൺ കൊടുക്കുക, അവരുടെ ഫ്രണ്ടുമായിട്ട് സംസാരിക്കാൻ. അപ്പം നമ്മൾ വിചാരിക്കുന്ന ഗ്രൂപ്പായിട്ട് വന്നതായിരിക്കും, ഇവിടെ വന്ന് ഇത്ര സമയമാവും എന്ന് അറിയത്തില്ലായിരിക്കും, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഈ റേസിന്റെ ഫോൺ വന്നിട്ട് എന്റെ ഇതിനകത്ത് ഫോൺ വന്നിട്ട് പറഞ്ഞു, അവരോട് അവിടെ തന്നെ ഇരുന്നോളാൻ പറഞ്ഞു, ഞങ്ങൾ വണ്ടിയായിട്ട് അങ്ങോട്ട് വരുവാണ്. ഞങ്ങളെന്നല്ല കേട്ടോ, സോറി, ഞാൻ അങ്ങോട്ട് വരുവാണ്, ഞാൻ വന്ന് അവരെ കൊണ്ടുപോയിക്കോളാം, അവരോട് അവിടെ ഇരിക്കാൻ പറ, നിങ്ങളുടെ സലൂണിന്റെ പേരും ലൊക്കേഷനും എനിക്ക് അയച്ചു തരാൻ പറഞ്ഞു. ശരി. അപ്പൊ ഞാൻ അത് അയച്ചു കൊടുത്തു. ഞാൻ പിള്ളേരോടും എന്റെ സലൂണിലും പറഞ്ഞു, ആ പിള്ളേരോട് അല്ല, പറഞ്ഞില്ല, സോറി, അവർക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞു, അവർക്കത് പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ലല്ലോ ഭാഷ. അപ്പൊ ഞാൻ പറഞ്ഞു, അതിലൊരു കൊച്ചിന് ഫോൺ കൊടുക്കും, ഞാൻ പറയാം. ഫോൺ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളെ എടുക്കാൻ വേണ്ടി ഏതോ ഫ്രണ്ട് വരുന്നുണ്ട്, നിങ്ങൾ പോകണ്ടാട്ടോ, നിങ്ങൾക്ക് വഴിയൊന്നും അറിയത്തില്ലല്ലോ, അവിടെ തന്നെ ഇരുന്നോളാൻ പറഞ്ഞു. ഓക്കെ എന്നും അവർ പറഞ്ഞു. ഞാൻ വിചാരിച്ച അവരവിടെ ഇരിപ്പുണ്ടായിരിക്കും. പിന്നീട് എങ്ങനെയാണ് ഇവർ നിങ്ങൾ അവിടെ ഇരിക്കാൻ പറഞ്ഞ ശേഷം അവർ അവിടെ നിന്ന് പോവുകയായിരുന്നോ, ഈ സുഹൃത്ത് വരുന്നതിന് മുമ്പ്? അതെ, അത് എനിക്ക് അറിയത്തില്ല. ഞാൻ വിചാരിച്ച അവിടെ ഇരിപ്പുണ്ട്, ഞാൻ സലൂണിലല്ലല്ലോ, ഞാൻ ഫോണിൽ കൂടെ അല്ലേ സംസാരിച്ചത്. അപ്പൊ അതിന് പോലീസിന്റെ ഫോൺ വന്നപ്പോ ഞാൻ പറഞ്ഞു, അവിടെ ഇരിപ്പുണ്ട്. അപ്പം പറഞ്ഞു, അവര് എങ്ങും വിടരുത്, അവിടെ ഇരുത്താൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ, അവർ ഓൾറെഡി അവിടെ ഇരിപ്പുണ്ട്, അവരുടെ ഒരു ഫ്രണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ആ ഫ്രണ്ടിന്റെ നമ്പറും കൊടുത്തു. അത് കഴിഞ്ഞപ്പോ സലൂണിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, മാഡത്തിന്റെ ഫോൺ കേട്ടു, പക്ഷെ അവര് അന്നേരം തന്നെ പോയി എന്ന് പറഞ്ഞു. നമുക്കിങ്ങനെ സംശയം ഇല്ലല്ലോ, നമ്മളത് നോട്ട് ചെയ്താൽ. ലൂസി, സാറിന് ഇങ്ങനെ ഈ കുട്ടികൾ ആവശ്യപ്പെട്ടിട്ട് എന്തെങ്കിലും ആണോ ഈ വീഡിയോ എടുത്തത്? അതല്ല, സംശയം തോന്നി? അല്ല, നമ്മള് ഈ വലിയ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ എപ്പോഴും ബിഫോർ ആഫ്റ്റർ, ബിഫോറും
ആഫ്റ്റർ ട്രീറ്റ്മെന്റ് എടുക്കും. അവരുടെ മുഖം അങ്ങനെ കാണിക്കാറില്ല. നമ്മളതെടുത്ത് അവരെ തന്നെ കാണിക്കും. നാളെ വന്നൊരു കംപ്ലൈന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടുന്ന് ചെയ്തപ്പോൾ കറക്റ്റ് ആയിട്ട് ചെയ്ത് വിട്ടുന്നുള്ള, പിന്നെ വീട്ടിൽ ചെന്ന് അത് സ്പോയിൽ ആയാലും ഒക്കെ നമുക്ക് ഒരു പ്രൂഫ് ഉണ്ടല്ലോ. ഓക്കെ. അങ്ങനെ യൂഷ്വലി നമ്മൾ അവരുടെ മുഖം കാണിക്കാറില്ല. ഇതിനകത്ത് ബൈ മിസ്റ്റേക്കിൽ ഒരു കൊച്ചിന്റെ ടീച്ചർ മുഖം കാണുന്നുണ്ട്, മറ്റേ കൊച്ചിന്റെ മുഖം കാണുന്നില്ല. അപ്പോൾ അങ്ങനെ ആ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ എടുക്കാൻ നിങ്ങൾക്ക് തോന്നിയതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ മുംബൈയിൽ ആ, അവർ നമ്മൾ എത്തിയെന്ന് എല്ലാവരുടെയും കൺഫേം ചെയ്യാൻ എടുക്കാറുണ്ട്. കഴിഞ്ഞത്. അതെ, എല്ലാവരുടെയും വീഡിയോസ് എടുക്കാറുണ്ട്, അതുകൊണ്ട് അത് കൺഫേം ആക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ പിന്നെ അത് കഴിഞ്ഞാണ് ഞാൻ ആക്ച്വലി ഇങ്ങനെ പിള്ളേർ മിസ്സിംഗ് ആകുന്നുള്ള ന്യൂസ് ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ലൂസി, പിന്നെ അത് നിങ്ങളുടെ സലൂണിൽ നിന്ന് മുംബൈ CST റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരുപാട് ദൂരമുണ്ടോ അതോ അടുത്താണോ? ഡിസ്റ്റൻസ് 5 മിനിറ്റ് പോലും ഇല്ല, 3 മിനിറ്റ്. കുട്ടികൾ ഇനി എങ്ങോട്ടേക്ക് പോകുന്നു എന്നാണ് പറഞ്ഞത്? അവര് CST അന്നേരം CSTയിലേക്കാ പോയത്. ഇനിയിപ്പോ ഏതെങ്കിലും ട്രെയിൻ കയറിയോ അത് നമുക്കറിയത്തില്ല. കാരണം അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് പനവേലി പോകണം, അവിടെ കല്യാണമാണ്, ഞങ്ങളുടെ വേറെ ഫ്രണ്ട്സും ഉണ്ട് എന്നൊക്കെയാ പറഞ്ഞത്. അപ്പൊ ബസ്സിന് പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ബസ്സിന് പോകണമെങ്കിൽ ഒത്തിരി ദൂരം, ആരും ബസ്സിന് പോകത്തില്ല, ഇന്ന് കയറി നാളെ എത്തത്തുള്ളൂ. ട്രെയിൻ CST ചെന്നിട്ട് ഡയറക്റ്റ് പനവേലിനുള്ള ട്രെയിൻ കയറിയാൽ നിങ്ങൾക്ക് അധികം സമയം ആകത്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും എന്റെ ഡ്രൈവർ അത് മലയാളിയാ. ഓക്കെ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പുള്ളിയും പറയുന്നത്. അപ്പൊ ഇറങ്ങിക്കഴിഞ്ഞപ്പം അയാളോട് ചോദിച്ചു CST സ്റ്റേഷൻ എങ്ങനെയാ പോകുന്നത് മലയാളത്തിൽ ചോദിച്ചെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ അയാൾ കാണിച്ചും കൊടുത്തു വിടുന്നുണ്ട്, ഇങ്ങനെ അങ്ങ് പോയാൽ മതി, കാണിച്ചു അവരങ്ങ് പോയി. ഇത് ഈ പ്രശ്നമൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടാ ഇതൊക്കെ നമ്മൾ അറിയുന്നത്. അപ്പൊ അതായത് അവർ CSTയിലേക്കാണ് പോയിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയി നമുക്ക് അറിയത്തില്ല. അവർക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന മൊബൈൽ ലൊക്കേഷനും ഏറ്റവും അവസാനം ലഭിച്ച അവരുടെ കൈവശമുണ്ട് എന്ന് കരുതുന്ന ഒരു ഫോണിന്റെ ലൊക്കേഷൻ ഏറ്റവും അവസാനമായി ലഭിച്ച CST പരിസരത്ത് നിന്നാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഇപ്പോഴും അവരവിടെ തുടരുന്നുണ്ടോ എന്നൊരു സംശയത്തിലൊക്കെയാണ് അന്വേഷണ സംഘം എന്ന് മനസ്സിലാകുന്നു. നിങ്ങളുടെ രജിസ്റ്ററിൽ ഇവരെ കൃത്യമായി ഇവരുടെ പേരുകൾ തന്നെയാണോ രേഖപ്പെടുത്തിയത്? അതും എനിക്കറിയത്തില്ല, ഇപ്പൊ നോക്കണം. ഇപ്പഴല്ലേ നമ്മൾ അവരുടെ പേരൊക്കെ അറിയുന്നത്, ഞാനത് ശ്രദ്ധിച്ചില്ല.